എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീലക്ഷ്മി എത്തിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഏത് ശ്രീലക്ഷ്മി എന്ന്, കാരണം ഒരുപാട് ശ്രീലക്ഷ്മികളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശ്രീലക്ഷ്മി ഏതായാലും ഞാൻ ഉദ്ദേശിക്കുന്ന ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടിയൊക്കെ മുട്ടയടിച്ച ഒരു ശ്രീലക്ഷ്മി ഉണ്ടല്ലോ, നമ്മുടെ കുണ്ടൻചാസിയുടെ കൂടെ കൂടുതൽ സമയവും കാണുന്ന ഒരു ശ്രീലക്ഷ്മി. അപ്പോൾ ആ ഒരു ശ്രീലക്ഷ്മിയാണ് എത്തിയിരിക്കുന്നത്. പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും പുള്ളിക്കാരത്തി ഹാപ്പി ആവാനുള്ള കാര്യം? അപ്പൊ അത് എന്താണെന്ന് അവൾ എന്നെ പറയുന്ന കേട്ടിട്ട് വരാം. എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ കണ്ടവര് സബിലേക്ക് വന്നോളൂ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷം? ഞാൻ രാവിലെ ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സബിന്റെ വിവാദങ്ങളൊക്കെ നടക്കുകയല്ലേ. ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ സബ് കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഒരു രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്ന ഒരു സബ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബർമാരും ഉണ്ടായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സബ് പെട്ടെന്ന് ഒരു ദിവസം കാണാതായി. ഞാൻ ഇത്രമാത്രം ടെൻഷൻ അടിച്ചു, ഒരുപാട് ടെൻഷൻ അടിച്ചു. എന്റെ സബിന് എന്ത് പറ്റി? ഈശ്വര, കുഴപ്പമില്ലാത്ത രീതി പോകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സബ്. ഞാൻ ലൈവ് പോകും, സ്റ്റോറീസ് ഇടും, റീൽസ് ഇടും, അങ്ങനെ പോസ്റ്റ് ഇടും, അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സബ് കാണുന്നില്ല ഒരു ദിവസം. ഞാൻ ആകെ ഫുൾ ടെൻഷൻ ആയിപ്പോയി. ഞാൻ എന്നിട്ട് ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ 60 ദിവസത്തേക്ക് സബ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അങ്ങനെ കാണിക്കുന്നു. പിന്നെ മെയിൽ വന്നു, 60 ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാമുകാരൻ്റെ സബ് കളഞ്ഞു ഗൈസ്. അങ്ങനെ 60 ദിവസം പോയി ഇന്ന് 60ാമത്തെ ദിവസമാണ് ഗൈസ്. ഞാൻ രാവിലെ നോക്കിയപ്പോൾ എന്റെ സബ് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ എന്നെ പഴയ സബിൽ സപ്പോർട്ട് ചെയ്ത അതേപോലെ എന്റെ പുതിയ ഈ സബിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്റെ സബ് കാണാൻ താല്പര്യമുള്ളവരും സപ്പോർട്ട് ചെയ്യണം. യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇനി അങ്ങോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വിവാദങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കയ്യിലിരുന്ന സബ് പോയാൽ ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് റീൽസും സ്റ്റോറിയും ഒക്കെ ആയിട്ട് ലൈവും ഒക്കെ ആയിട്ട് ഞാൻ സബി. അപ്പൊ പുള്ളിക്കാരത്തി എന്തൊക്കെയോ കുത്സിതങ്ങൾ കാണിച്ചിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അമ്മാവന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരൻ നല്ല രീതിയിൽ പണിഷ്മെന്റ് കൊടുത്തു. ഒരു 60 ദിവസം വരെ പുള്ളിക്കാരത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ. അതായത് സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് തോന്നിയാസം കാണിച്ചത് കുറച്ച് ഓവറായി പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അമ്മാവൻ പണി കൊടുത്തിട്ട് പുള്ളിക്കാരത്തേക്ക് ഈ 60 ദിവസം വരെയും അവിടെ സബ്സ്ക്രിപ്ഷനിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു പണിഷ്മെന്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് മുതൽ പുള്ളിക്കാരത്തേക്ക് ആ ഒരു പഴയ ഡ്യൂട്ടി ചെയ്യാൻ പറ്റും എന്നുള്ള സന്തോഷ വർത്തമാനം നമ്മളെ അറിയിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത്. എന്തല്ലേ, ഇനി പണം ഉണ്ടാക്കാനുള്ള ചാകരയാണല്ലോ. ഇനിയിപ്പോ രേണുസുതിയുടെ കൂടെ മത്സരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ശ്രീലക്ഷ്മി കൂടി എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സബ് എടുക്കുന്നത് ആരായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷനിൽ ഒരുപാട് ആളുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ഇഷ്ടങ്ങളും സപ്പോർട്ടുകളൊക്കെ പുള്ളിക്കാരത്തിക്ക് ഉണ്ടായിരുന്നു. ഇനിയും പഴയ ആളുകളൊക്കെ തിരികെ വരണം എന്നൊക്കെയുള്ള അഭ്യർത്ഥന കൂടി പുള്ളിക്കാരത്തി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്തല്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ഒരു തരി വിവരമില്ല എന്നാണ് പറയാനായിട്ടുള്ളത്. അതായത് അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് എല്ലാം മുറിവായി പണിയെടുത്ത് കിട്ടുന്ന പൈസയിൽ ഒരംശം, എല്ലാവരുടെയും കാര്യമല്ല, കുറച്ച് പേരെങ്കിലും അതിൽ ഒരംശം കുറച്ചധികം ആളുകൾ മദ്യ ഷോപ്പുകളിലേക്ക് ചിലവാക്കുന്നു. പിന്നെ കുറച്ച് പൈസ ഈ പോലെ സിഗരറ്റ് അതുപോലെയുള്ള കുറച്ച് ലഹരി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നു. ചില ആളുകൾ പിന്നെ കുറച്ച് പൈസ ചിലവാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പോൺ സൈറ്റിലേക്ക് പോലുള്ള സംഭവങ്ങളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന ആളുകൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ ഇപ്പൊ കുറെ എണ്ണം ചിലവാക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ 350-400 രൂപയൊക്കെ ചിലവാക്കിയിട്ട് ഇതുപോലെയുള്ള കുറെ എണ്ണത്തിന്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ ചിലവാക്കാനുള്ള പൈസ എടുത്തിട്ട്, സ്വന്തം ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ തിന്നാൻ കൊടുക്കാനുള്ള പൈസ എടുത്തിട്ട് കണ്ണീ കണ്ട അലവലാദികൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത് അവരവിടെ ഇരുന്ന് കാണിക്കുന്ന കുത്സിതങ്ങളും കാണിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് അധികം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ലാത്ത കുറെ എണ്ണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ജോലി ചെയ്യുന്നതെന്ന് ശരിക്കും അറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഒരുപോലെ കിടന്ന് കഷ്ടപ്പെടുമ്പോഴാണ് 10 പൈസ കയ്യിൽ വരുന്നത്. ആ പൈസ കൊണ്ടുവന്ന് കുറച്ച് മിച്ചം പിടിച്ചിട്ട് ബാക്കി കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാതെ, അല്ലെങ്കിൽ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാതെ ഇരുന്നിട്ട് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ഇവളുമാർക്ക് വേണ്ടിയിട്ട് കുറെ മെമ്പർഷിപ്പിലും കയറി, സബ്സ്ക്രിപ്ഷനും കയറി, എന്തിന് ജന്മം വെറുതെ പാഴാക്കി കളയുന്നു എന്നല്ലാതെ വേറെ എന്താണ് പറയേണ്ടത്? പക്ഷെ നിങ്ങളുടെ പൈസ കൊണ്ടുവന്ന് ഇവളുമാര് തിന്ന് ഇപ്പോ ഒരു സംസ്കാരം, നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം പോലും എന്താണ് എന്ന് ഇവക്കൊക്കെ അറിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നാണം കെട്ട് ഇപ്പൊ നാണക്കേട് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ആരെയും പേര് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പൊ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ BJP പ്രവർത്തകനായിട്ടുള്ള കൃഷ്ണകുമാർ സിന്ധു ദമ്പതിമാരുടെ ഇളയ മകളായിട്ടുള്ള ആ ഒരു ചെറിയ കുട്ടി ഉണ്ടല്ലോ, അപ്പൊ ആ കുട്ടിയുടെ സബ്സ്ക്രിപ്ഷനിലുള്ള വീഡിയോസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെച്ച് റിയാക്ഷൻ വീഡിയോയിലിട്ട് ആളുകൾ വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. അപ്പൊ
ഇവർക്കുള്ള ഒരു ഫാമിലിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കാണിക്കും, എന്ത് തോന്നിയാസവും കാണിക്കും. പക്ഷെ അതിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് വരും, സ്ട്രൈക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. കാരണം അവരെപ്പോഴും മേലാളന്മാരാണ്, അങ്ങനെ ഒരു ഭാവമുള്ള ആളുകളാണ്. നമ്മളെപ്പോഴും വലിയ ആളുകളാണ്. നമ്മളെപ്പോഴും എന്താണ്, നമ്മുടെ സുരേഷ് ഗോപിക്കൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഉന്നത കുലജാതർ എന്നൊക്കെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ജാതി സ്പിരിറ്റ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ക്യാഷ് ടീം, നമ്മൾ ഭയങ്കര സംഭവമാണെന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെയുള്ള ആളുകളാണ്. അപ്പൊ അവർക്കെതിരെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കും, പക്ഷെ പറയാൻ പാടില്ല. അതാണ് അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ. അതായത് ഏറ്റവും ചെറിയ കുട്ടിയാണ്, ആ ഒരു കുട്ടിയെ നിയന്ത്രിക്കാൻ പോലും ആ ഒരു അപ്പനമ്മയ്ക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരൊരു നല്ല പാരന്റ്സ് അല്ല എന്നേ പറയാൻ സാധിക്കത്തുള്ളൂ. ഒരു പെൺകുട്ടി സമൂഹത്തിൽ വന്നിട്ട് പച്ചയ്ക്ക് തുണി വിരിഞ്ഞു കളഞ്ഞിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ആ ഒരു കുട്ടിക്ക് 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം രൂപ ഒരു മാസം കിട്ടും. ആ ഒരു മാസം കിട്ടുന്ന പൈസ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. അതവിടെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ രേണു സുധി അത്യാവശ്യം ഉദ്ഘാടനങ്ങള്, കാര്യങ്ങള്, ബാർ ഡാൻസ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് റീൽസ് ഒക്കെ എടുത്ത് ഇങ്ങനെ പുള്ളിക്കാരത്തി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരത്തി മെമ്പർഷിപ്പിലേക്ക് വന്നു. പക്ഷെ ഇവിടെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോകളൊന്നും നമ്മൾ അധികം അങ്ങനെ കാണാറില്ല. ഈ ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് എന്തുണ്ടോ ഉണ്ടാക്കിയാലും അതെല്ലാം അപ്പോഴേക്കും ലീക്കായി പോവും. നമ്മുടെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ് അതിനെ എടുത്തു വെച്ചിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ഈ ഒരു പുള്ളിക്കാരത്തി കാണിച്ചു കൂട്ടുന്നതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ അവരെപ്പോഴും അവകാശപ്പെടുന്നത് അവർക്ക് 2 ആൺമക്കളുണ്ടെന്നാണ് പറയുന്നത്. സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിന് 22 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. ആ ചെറുക്കനും ആ ചെറുക്കന്റെ കൂട്ടുകാരൊക്കെ ഇത് കാണുന്നുള്ള ഒരു ചിന്താഗതി പോലും ഈ ഒരു പെണ്ണുപിള്ളയ്ക്ക് ഇല്ല എന്ന് വേണം പറയാനായിട്ടുള്ളത്. അപ്പൊ ഈ രേണുസുധി മാത്രമല്ല, നിമിഷ വിജു, എന്റെ പൊന്നോ, ഈ ഒരു പെണ്ണുപിള്ള കാണിക്കുന്ന കാട്ടപരാധത്തിന് യാതൊരു കയ്യും കണക്കുമില്ല. മുതിർന്ന കുട്ടികളുള്ള ഒരു സ്ത്രീയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല്. പക്ഷെ ഇവർ മെമ്പർഷിപ്പിലും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കിടന്ന് കാണിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അവരുടെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ പൂരത്തെറി മാത്രമേ ഉള്ളൂ. പൂരത്തെറി എന്ന് പറഞ്ഞാൽ പൂരത്തെറി. പലരും ചോദിക്കുന്നത് ഇതിനെ എടുത്ത് കിണറ്റിലിടാൻ ആരും ഇല്ലേ, അല്ലെങ്കിൽ എത്രയോ ഇടികൾ പാഴി പോകുന്നു, ഒരെണ്ണം ഇതിന്റെ തലയിൽ വീഴില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പച്ച അനാവശ്യങ്ങളും അതുപോലെ തന്നെ തെറികൾ വേറെയുണ്ട്. ഇത് അല്ലാതെയുള്ള പ്രാക്കുകളൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്നാലും ഒരു ഉളുപ്പുമില്ലാണ്ട് ഈ ഒരു സ്ത്രീ പമ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ചേർന്ന് കാണിക്കുന്നത് ലെസ്ബിയനെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള വീഡിയോകൾ വരെ ഇവർ ചെയ്യാറുണ്ട്. നമ്മൾ അതൊക്കെ കാണാറുമുണ്ട്. ശരിക്കും ഇതിനെയൊക്കെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ മെമ്പർഷിപ്പ് ലൈവ് ആയാലും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആയാലും ഇതുപോലെയുള്ള കുൽസിത പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇതുപോലെയുള്ള വൃത്തികെട്ട ജന്മങ്ങളുടെയൊക്കെ വിചാരം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജോബ് അറിയാമെങ്കിൽ ആ ജോലിയെ കുറിച്ച്, അതായത് ഒരാളിപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ മെമ്പർഷിപ്പ് ആയാലും ഈ സബ്സ്ക്രിപ്ഷൻ ആയാലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ലക്ഷങ്ങളൊന്നും ഒരു മാസം വരുമാനം മേടിക്കാനായിട്ട് സാധിക്കില്ല. കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു 10,000 രൂപയൊക്കെ ചിലപ്പോൾ മേടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ആ ഒരു ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ആ ഒരു സംഭവത്തിൽ ചേരത്തുള്ളൂ. ലൈവായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നതിന്, ഇപ്പോൾ ജ്വല്ലറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമല്ലോ. ഓൺലൈനായിട്ട് വന്നിട്ട് അത് പഠിപ്പിക്കാനായിട്ട് എടുക്കാം. ഇപ്പോൾ ഡ്രോയിങ് ഒക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് പടം വരയ്ക്കാനായിട്ട് പഠിപ്പിക്കാം, പാർട്ടായിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഡാൻസ് അറിയാവുന്ന ആളുകളാണെങ്കിൽ അത് പഠിപ്പിക്കാൻ പറ്റും. ആളുകളെ താല്പര്യമുള്ള ആളുകളെ, പാചകം നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകൾക്കാണെങ്കിൽ ആ ഒരു സമയം അതിനായിട്ട് ചിലവഴിക്കാൻ പറ്റും. ചിലപ്പോൾ സമയമൊക്കെ ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർ സമയമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പല ആളുകളും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളുണ്ട്, അല്ലാതെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരോട് താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ അതിലേക്ക് വരും. പക്ഷേ ഇതുപോലെ തുണി ഉരിഞ്ഞ് കാണിക്കുമ്പോൾ വരുന്നത് പോലുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല. അത് ലക്ഷങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ 10,000 പോലും വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പണത്തിനാണ് മുൻതൂക്കം നൽകുന്നത് എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മാർഗം തന്നെ മുന്നോട്ട് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു സംസ്കാരം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന അഞ്ജിത നായരും അവരുടെ ഒരു ചേച്ചി എന്ന് പറഞ്ഞൊരു സാധനം, ഇത് 2 എണ്ണവും കൂടെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ കാരണം ശരിക്കും ഇൻസ്റ്റാഗ്രാം പോലും എടുക്കാൻ പറ്റാത്ത ആ ഒരു രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഇതിനൊക്കെ ഒരു ലൈഫ് ഉണ്ടോ? ഇല്ല, ഒരു തേങ്ങയില്ല. അവർക്ക് ലൈഫ് ഇല്ലെങ്കിലും വിഷയമില്ല, പണം മതി. ഒരു ഫാമിലി ഇല്ലാണ്ട്, അല്ലെങ്കിൽ കുട്ടികളില്ലാണ്ട്, കുടുംബം ഇല്ലാതെ ചുമ്മാതെ ഇങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാനായിട്ട് എന്തിനാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല. നമ്മുടെ ഹാർട്ടൊന്നും പണി തന്നാൽ തീരത്തൊക്കെ കാര്യമുള്ളൂ. നമ്മുടെയൊക്കെ കാര്യം എത്ര പണം ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ യോഗം ഉണ്ടാവണം. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ തുമ്പിയുടെ കുറച്ചധികം വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ഒരു അമ്മാവൻ കൊണ്ടു നടന്നാണ് ഈ ഒരു കൊച്ചിനെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ പുച്ഛം തോന്നുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതൊക്കെ എന്തൊരു ജന്മങ്ങളെന്ന് മനസ്സിലാവുന്നില്ല.
അപ്പനും കൊള്ളാം, അമ്മയും കൊള്ളാം, അമ്മാവനും കൊള്ളാം. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പെൺമക്കളും ആൺമക്കളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ മക്കളാണ് ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസമേ കാണിക്കത്തുള്ളൂ, പിറ്റേ ദിവസം അത് കാണിക്കില്ല. കാരണം നമ്മുടെ മക്കളൊന്നും അങ്ങനെയുള്ള കുത്സിതങ്ങളൊന്നും എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കില്ല. ആ ഒരു സംസ്കാരത്തിലല്ല നമ്മൾ അവരെ വളർത്തിയിട്ടുള്ളത്. ഒരിക്കലും കാണിക്കത്തില്ല. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഡ്രസ്സ് ചെയ്യാനൊക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തും കാണിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കിയ ആ പൈസയാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന് ചിന്തിക്കുന്ന കുറച്ചധികം മാതാപിതാക്കളുണ്ട്. ശരിക്കും അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് സമ്പാദിച്ച് വെക്കുന്ന ഈ പൈസയ്ക്കൊന്നും നാളെ ഒരു അർത്ഥം ഉണ്ടാവില്ല. അതായത് വെറും പേപ്പറിന്റെ വില പോലും കാണില്ല. കാരണം മാന്യതയില്ലാത്ത പണം കൊണ്ട് എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും പുറത്തു പോകുമ്പോൾ ആളുകൾ പുച്ഛത്തോടു കൂടി പുഴുത്തളിഞ്ഞ പട്ടിയെ നോക്കുന്നത് പോലെ മാത്രമേ നോക്കത്തുള്ളൂ. ഒരു അഭിമാനവും അന്തസ്സും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയൊക്കെ ആളുകൾ ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ കൂടെയൊക്കെ നല്ല വാക്ക് പറയുമായിരിക്കും. പക്ഷെ മാറി നിൽക്കുമ്പോൾ നിങ്ങളെ പറ്റിയിട്ട് പറയുന്നത് വെറും പോഴത്തരം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇതിനെതിരെയൊക്കെ നല്ല നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും പണി കിട്ടാനും ചാൻസ് ഉണ്ട്. കാരണം ഇതിനെതിരെ ആളുകൾ കർശനമായിട്ട് പരാതിപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനലുകളൊക്കെ പോകുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തുമ്പിയുടെ ചാനൽ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയി കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ അടുത്തത് എടുക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിയമം വരേണ്ടത് ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളൊക്കെ കാണിക്കുന്നത് മൂലം ചാനൽ ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കരുത്, പുതിയ അക്കൗണ്ട് തുടങ്ങാനും പറ്റരുത്. അപ്പൊ അതാണ് വേണ്ടത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഒന്ന് പഠിക്കത്തുള്ളൂ. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞ് കളഞ്ഞിട്ടുള്ള കേസുകളാണ്. പക്ഷെ വീണ്ടും ഇതുപോലെ കുറെ കൂതറകൾ വരുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നത്തില്ല. പറയാതിരുന്ന നമുക്ക് ശ്വാസം മുട്ടിയാൽ ചത്തുപോകൂലേ. അപ്പൊ അതെന്തായാലും പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് കരുതി പറയുന്നതാണ്. അപ്പൊ എന്തായാലും ഇതേക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തേക്കാം. പിന്നീട് ഒരു കാര്യം എടുത്ത് പറയട്ടെ, ചില ഞരമ്പോളികൾ, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുറെ എണ്ണം വന്ന് കമന്റ് ഇട്ട് കാണാറുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെയൊക്കെ പ്രതികരിക്കുമ്പോൾ ഇവർ വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇന്നത്തെ കാലമല്ലേ, ഇതൊക്കെ മോഡേൺ യുഗമല്ലേ, ഇതൊക്കെ 2026 നിങ്ങൾ ഇപ്പോഴും 75 തന്നെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ചെറ്റകളോട് പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നിന്റെയൊക്കെ വീട്ടിലുള്ള നിന്റെ മക്കളെ ആയാലും നിന്റെ ഭാര്യ ആയാലും നിന്റെ മരുമക്കളെ ആയാലും നിന്റെ സഹോദരി ആയാലും ഇങ്ങനെയാണോ ജീവിക്കുന്നത്? നിന്റെ അമ്മ നിന്നെ വളർത്തിയ പഠിപ്പിച്ച സംസ്കാരം ഇത് തന്നെയാണോ? നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ അരയും തലയും കാണിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നീ അത് പറഞ്ഞത് ഓക്കെ. അതല്ല നിന്റെ വീട്ടിലുള്ളവരൊക്കെ ഒക്കെ പൊതിഞ്ഞു വെച്ച് ജീവിച്ചിട്ട് മറ്റുള്ള സ്ത്രീകൾ അത് കാണിക്കുമ്പോൾ വന്ന് നല്ലതെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നീയൊക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കുമ്പോൾ ആ ഒരു പ്രതികരണത്തെ വന്ന് തെറി വിളിക്കുന്നത് നിനക്കൊക്കെ അത് കാണാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ കാണൽ മുട്ടിപ്പോകുമോ എന്നുള്ള പേടി കൊണ്ടാണ് എന്നേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നിന്റെയൊക്കെ വീട്ടിലുള്ള മക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പുറത്ത് വരുമ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്കൊക്കെയുള്ള കഴപ്പ് മാറിക്കോളും എന്നേ പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരിക്കലും ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. കാണുന്നതനുസരിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു തർക്കവും ഇല്ല. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും